ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇല്ലേ ഇത് നമുക്ക് നല്ല സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി നോക്കിയാലോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്നാക്സ് ആയിട്ടോ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സാൻഡ്വിച്ച് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലെടുത്തിട്ട് അതിലേക്ക് 2 മുട്ട ഒന്ന് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ളി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കാം കേട്ടോ. ഉപ്പിൻ്റെ അളവ് കൂടിപ്പോണ്ട, അങ്ങനെ ആകുമ്പോൾ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ബട്ടർ ആയി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് ഫുള്ളായിട്ടൊന്ന് പാനിൽ ചുറ്റിച്ച് കൊടുക്കാം. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു എഗ്ഗില്ലേ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ല പോലെ പരത്തിയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മുകൾ ഭാഗം ഒന്ന് കുക്കാവുന്നതിന് മുന്നേ ഇതിലേക്ക് 2 സ്ലൈസ്ഡ് ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ബ്രെഡും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കുക്കായിട്ട് വരട്ടെ. അപ്പോൾ ഒന്ന് കുക്കായിട്ട് വന്നതിന് ശേഷം 2 സൈഡിലും നമ്മൾ എഗ്ഗില്ലേ അതൊന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിത് ചെയ്യുന്ന സമയത്ത് കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് 2 സൈഡിൽ നിന്നും ഒന്ന് ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് പ്രസ്സായി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്കില്ലേ കുറച്ച് ബട്ടറും കൂടി ആയി കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ ഒരു സൈഡ് ബ്രെഡില്ലേ അതൊന്ന് നമുക്ക് മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 2 പീസ് ബട്ടർ 2 ബ്രെഡിന് മുകളിലും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടില്ലേ ഒരു സ്ലൈസ്ഡ് ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സവാളയില്ലേ അതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളകിൻ്റെ പകുതിയില്ലേ ചെറുതായിട്ട് നല്ല നൈസായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിയിൽ ഈ ഒരു വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്കില്ലേ മറ്റേ സ്ലൈസിൻ്റെ ബ്രെഡ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. നല്ല പോലെ ടോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ബ്രെഡിൻ്റെ 2 സൈഡും. ഇനി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ടൈം കൊണ്ട് തന്നെ ചീസൊക്കെ മെൽറ്റായി നമ്മൾ ആ ഒരു വെജിറ്റബിൾസില്ലേ അതൊക്കെ ഒന്ന് ചൂടായിട്ട് വരും കേട്ടോ. ഒരു 1-2 മിനിറ്റ് നേരമൊക്കെ അങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ആ ഒരു ടൈം കൊണ്ട് തന്നെ സെറ്റായിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ്. മാത്രമല്ല നമുക്ക് പെട്ടെന്ന് തന്നെ വയറൊക്കെ നിറയും കേട്ടോ. ഇതൊന്ന് കഴിച്ചാൽ മാത്രം മതി. നമുക്ക് രാവിലെ പെട്ടെന്ന് ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാം. അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ ഇതുപോലുള്ള ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസും സ്നാക്സ് റെസിപ്പീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസായിട്ടും വ്ളോഗ്സും ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.